ഹായ് ഓൾ, ഞങ്ങളുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേയുടെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ സെക്കൻഡ് ഡേയിൽ ഞങ്ങളിതേ കണ്ടു, ഈ ഇതുപോലത്തെ വഴിയാണ് കേട്ടോ. അവിടുത്തെ ഫുൾ വഴി ഇങ്ങനെയാണ്. റോഡിൻ്റെ രണ്ട് സൈഡിലും ഫുൾ ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ ആർച്ച് പോലെ വന്ന് നിൽക്കും. അങ്ങനെയായിരുന്നു മിക്ക വഴിയും. അങ്ങനെ നമ്മളിങ്ങനെ ഒരു 45 മിനിറ്റ്സോളം ഉണ്ടായിരുന്നു യാത്ര ചെയ്തിട്ട് എത്തുന്നത് നീഡിൽസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നീഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീച്ചാണ്. അവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീഡിൽസ് എന്നുള്ള പേര് വരാൻ കാരണം ഇങ്ങനെ മല ഇടിഞ്ഞ് വീണിട്ട് നീഡിൽസ് പോലെ ഇങ്ങനെ നിൽപ്പുണ്ട്. കുറച്ച് ഭാഗം മാത്രം ഇതിലോട്ട് കടലിലോട്ട് വീഴാതെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഞാൻ എൻ്റെ ഫോട്ടോസ് കാണിക്കാം ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും. അപ്പം ആ സ്ഥലത്തോട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഈ പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി ആൾക്കാരൊന്നുമില്ല, ഒത്തിരി താമസമൊന്നുമില്ല. കൂടുതൽ സ്ഥലങ്ങളും ഇങ്ങനെ ചുമ്മാ കാട് പോലെ ഇങ്ങനെ മലകളും അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ നീഡിൽസ് എത്തി. നീഡിൽസിൽ ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് ഫോട്ടോയ്ക്കൊക്കെ എല്ലാവരും ഒക്കെ നിൽക്കുന്ന സ്ഥലമുണ്ട്. പിന്നെ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഇത് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുത്ത പാടെ പിള്ളേർ ഇതിൽ കയറാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഇതിങ്ങനെ ഈ വണ്ടി ഇങ്ങനെ ഓടിച്ചിങ്ങനെ ഇത് വരും. അങ്ങനെ അതിന് കയറി. അത് അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത്. അവിടെ ഇതുപോലെ തന്നെ കുറേ റൈഡ്സുകളുണ്ട്. ഇതിൻ്റെ ബാക്കിലൊക്കെ നോക്കുമ്പോൾ അറിയാനുണ്ട്. ഇത് പിന്നെ മറ്റേ സ്പിന്നിങ് കപ്പ് ആൻഡ് സോസറില്ലേ, ഈ സ്പിൻ ചെയ്യുന്ന സാധനം, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്വിങ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവരെല്ലാത്തിലും ഒന്നും കയറിയില്ല കേട്ടോ. ഇവർ ഇതിൽ കയറി. പിന്നെ മറ്റേ ഗോൾഫിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ജുറാസിക് ഗോൾഫ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു. അത് ഇതുപോലെ ഈ ഗോൾഫിൻ്റെ ആ ബാറ്റും ബോളും കൊടുത്തിട്ട് അത് തട്ടി കുറേ പോയിൻറ്റ്സ് ഉണ്ട് അവിടെ കൊണ്ടിടാനായിട്ടുള്ളത്. അങ്ങനെ കുറച്ച് റൈഡ്സാണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് കഫറ്റീരിയാസൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡ് നുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങനെ അതിൻ്റെ ഇവരുടെ ടൈം കഴിഞ്ഞില്ല. ഒരു റൗണ്ടും കൂടെ പോയിട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ ഈ റൈഡ് കഴിയും. അപ്പം ഈ റൈഡ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു സാൻഡ് ഷോപ്പുണ്ട് അവിടെ. സാൻഡ് ഷോപ്പുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഇതാണ് സ്പിന്നിങ് കപ്പ് ആൻഡ് സോസർ. ഇതാണ് സാൻഡ് ഷോപ്പ് കേട്ടോ. അപ്പം സാൻഡ് ഷോപ്പിൽ ഞങ്ങൾ കയറി. ചോക്ലേറ്റ് ഫാക്ടറി കയറാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല കേട്ടോ. സാൻഡ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, നല്ല ഓരോ ഷേപ്പിലെ ബോട്ടിൽസ് അവിടെ ഉണ്ട്. അവിടെ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിൽ സാൻഡും ഉണ്ട്. എന്നിട്ട് നമുക്ക് ഈ സാൻഡ് ആർട്ട് ചെയ്യാം. അതായത് ബോട്ടിലിൽ സാൻഡ് ഇങ്ങനെ നിറയ്ക്കാം, പല കളറിലുള്ള സാൻഡ്. അപ്പം ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും പിന്നെ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ ബീച്ചാണ് കേട്ടോ. ആ ബീച്ചിലോട്ട് നമ്മൾ ഇതാണ് താഴത്തെ ബീച്ച്. ഈ പോകുന്ന ഈ റോപ്പ് വേ, ഈ ചെയർ ലിഫ്റ്റാണ്. ഇതുവഴിയാണ് നമ്മൾ താഴോട്ട് വരുന്നത്. ഈ ചെയർ ലിഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലത്താണ് നമ്മൾ ചെയർ ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെറിയതായിട്ട് പേടി വരുമെങ്കിലും ഭയങ്കര പേടി തോന്നത്തില്ല കേട്ടോ. ആദ്യത്തെ ആ കുറച്ച് ദൂരം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നു കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കുത്തനെ അങ്ങോട്ട് നമ്മൾ കടലിലോട്ടാണ് നോക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കടലിലോട്ട് ഇറങ്ങി പോകുന്നു. കുത്തനെ ഇറങ്ങുന്നത് അത് ശരിക്കും പേടിയാവും. അതായത് നമ്മൾ ആ കുത്തനെ ഇറങ്ങാൻ പോകുന്നതിന് മുന്നേ എത്തുമ്പോൾ തൊട്ട് നമുക്ക് ആയി തുടങ്ങും. അയ്യോ, നമ്മളിനിയിപ്പോൾ അങ്ങോട്ട് പോവുകയാണല്ലോ എന്ന് ഓർത്തിട്ട് പേടിയായി തുടങ്ങും. ഇത് ശരിക്കും പറഞ്ഞാൽ ചെയർ ലിഫ്റ്റ് അല്ലാതെ നമുക്ക് താഴെ ഇറങ്ങാൻ വഴിയുണ്ട്, സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇറങ്ങി വരുമ്പോൾ കാണുന്നതാണ് കേട്ടോ. ഇതാണ് നീഡിൽസ്. ഈ കാണുന്ന ഈ വൈറ്റ് ഇങ്ങനെ നിൽക്കുന്നില്ലേ, അതാണ് നീഡിൽസ് എന്ന് പറഞ്ഞത്. പെബിൾസിൻ്റെ ബീച്ചായിരുന്നു കേട്ടോ. ഇത് വലിയ ബീച്ചാണ്, ഒത്തിരി നീളത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ നമ്മുടെ ഈ പല കളറിലെ സാൻഡുള്ള മല കണക്കത്തെ ഇതുണ്ട്. ഇതാണ് കേട്ടോ. കുത്തനെ ഇങ്ങനെ താഴോട്ടാണ് ചെയർ ലിഫ്റ്റ് പോകുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ തിരിച്ചു വരാൻ നേരത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, പിള്ളേർക്കൊന്നും വലിയ പേടിയൊന്നും ആയില്ല കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ടൊക്കെ ഞങ്ങൾക്ക് അത്യാവശ്യം പേടിയായിരുന്നു. ഞങ്ങൾ തിരിച്ച് സ്റ്റെപ്പ് കയറി വന്നാലോ എന്നൊക്കെ ആലോചിച്ചു. പക്ഷേ അത്രയും ദൂരം സ്റ്റെപ്പ് കയറി വരാനും വയ്യ, അപ്പോഴത്തേക്കും നമ്മൾ മടുക്കും. അങ്ങനെ അപ്പം ഞങ്ങളങ്ങനെ ചെയർ ലിഫ്റ്റ് വഴി താഴെ ഇറങ്ങിയിട്ട് ഇതാണ് കേട്ടോ ഈ നീഡിൽസ് എന്ന് പറയാൻ കാരണം. ഇത് കണ്ടോ, ഇതുപോലെ കുമ്മായം പോലത്തെയാണ് അവിടുത്തെ ഈ മലകൾ കണ്ടോ. ഇതൊക്കെ കുമ്മായം പോലത്തത് വെച്ചാൽ ഇതാണ് നീഡിൽസ് ഈ നിൽക്കുന്നത്. ഈ കടലിൽ ഇങ്ങനെ നടുക്കിങ്ങനെ നീഡിൽ പോലെ നിൽക്കുന്നത് കൊണ്ട് നീഡിൽസ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഈ കുമ്മായം പോലത്തെ ആയതുകൊണ്ട് തന്നെ ഉറപ്പില്ല. അപ്പം അത് പൊളിഞ്ഞ് വീണിട്ട് അങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കൊണ്ടാണ് ഇതിന് നീഡിൽസ് എന്ന് പറയുന്നത്. അപ്പം ഇതതിൻ്റെ ഇങ്ങനെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ.
അങ്ങനെ നമ്മൾ പെബിൾസിൻ്റെ ബീച്ചിൽ ചെന്നു. ബീച്ചിൽ പിള്ളേരൊക്കെ കുറേ നേരം കളിച്ചു. നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. പെബിൾസൊക്കെ നല്ല വൃത്തിയായിരുന്നു. വെള്ളമാണെങ്കിലും ഭയങ്കര ക്ലീൻ ആൻഡ് ക്ലിയർ വെള്ളമാണ്. അവിടുന്ന് നമ്മളത് കഴിഞ്ഞ് തിരിച്ച് കയറി വന്നിട്ട് കാണുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഓൾഡ് ബാറ്ററി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഓൾഡ് ബാറ്ററിയും വ്യൂ പോയിൻറ്റും അങ്ങനെ 2 സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ഈ താഴത്തെ ബീച്ചിൽ നിന്ന് ചെയർ ലിഫ്റ്റ് വഴി തന്നെ നമ്മൾ മേളിൽ വരും. മേളിൽ വന്നിട്ട് അവിടുന്ന് പിന്നെ ഈ ഡബിൾ ഡെക്കർ ബസ്സുണ്ട്. അതിൻ്റെ മേൽഭാഗം ഇങ്ങനെ ഓപ്പണാണ്. അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ സൈറ്റ് സീയിങ് ഒക്കെ ചെയ്ത് മേളിൽ ഈ മലകളുടെ മേളിലോട്ട് വരാം. ഈ കാണുന്ന സ്ഥലത്തോട്ട് വരാൻ പറ്റും. ഇതേ കണ്ടോ, ഇങ്ങനത്തെ ബസ്സാണ്. ഈ ബസ്സിൽ ഇരുന്ന് വരാം. ഇച്ചിരി സ്കെയറിയൊക്കെയാണ് വഴി, പക്ഷെ എന്നാലും വന്നു കഴിഞ്ഞിട്ട് കാണുന്ന